ഒരെണ്ണം തന്നെ നോക്കട്ടെ. പിന്നെ നിനക്കെന്താ ഒരു മടി പോലെ? എന്തുവാടെ രാവിലെ തന്നെ ഇരുന്ന് കുത്തി പൊളിക്കുന്നത്? ഞാൻ ഈ മാസത്തെ ഗ്രോസറി ബില്ലൊക്കെ ഒന്ന് നോക്കുവേ. എന്തുവാടി ഇത്? 12 പാക്കറ്റ് ഗുഡ് ഡേ ബിസ്ക്കറ്റോ? അടുത്ത പ്രാവശ്യം തൊട്ട് ടൈഗർ ബിസ്ക്കറ്റ് മേടിച്ചാൽ മതി, ഇത് മുതലാവത്തില്ല. ഓ ശരി മാന്യ, എന്നെ തൊട്ടപ്പോൾ പട്ടി ബിസ്ക്കറ്റ് ആക്കാം. പട്ടി ബിസ്ക്കറ്റ് വേണ്ട, അതിന് ഭയങ്കര വിലയാ. നിക്കറും ടാബ്ലറ്റും ഒക്കെ പിടിച്ച ഫഹദ് ഫാസിൽ എന്നാ അവൻ്റെ വിചാരം. പക്ഷെ വാ തുറന്ന എച്ചത്തനം മാത്രമേ ഉള്ളൂ. നീ വല്ലതും പറഞ്ഞോ? ഒന്നുമില്ല, ഫേസ്ബുക്കിലൊക്കെ എന്ത് വിശേഷം ചോദിച്ചതാ. ഫേസ്ബുക്കിൽ എന്ത് വിശേഷം, സ്ഥിരം പരിപാടി തന്നെ. ഇത് കണ്ടോ? ക്യാ മസ്ത് മോസം ഹേ യാർ, ചായ ഓർ പക്കോട ഖാനെ കാ മൻ കർ റഹാ ഹേ ഹൂ. ഒരു മഴക്കോള് വന്നാൽ അപ്പം തുടങ്ങും ചായയും പക്കോടയും. അല്ലെങ്കിലും ചായയുടെ എന്നും ബെസ്റ്റ് കോമ്പിനേഷൻ പരിപ്പ് ഇവിടെ തന്നെ. ആഹാ, അതാകുമ്പോൾ വീട്ടിൽ വേറെ ഗ്യാസ് കണക്ഷനും എടുക്കണ്ട. ഒന്ന് പോടാപ്പ. ചായയുടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ മുന്തിരിക്കൊത്ത് തന്നെ. തുടങ്ങി അവൻ്റെ മുന്തിരിക്കൊല. കൊലയല്ല മിസ്റ്റർ, കൊത്ത്. കൊലയായാലും കൊത്തായാലും കൊള്ളാം. കുറേ കാലം ആയാലും നീ ഈ സാധനത്തിന് പേരുമി നടക്കുന്നു. എന്ത് വാടാ ഇത്? നിനക്ക് എന്തോ അറിയാം. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഞാനും മുന്തിരിക്കൊത്തും തമ്മിലുള്ള ആത്മബന്ധം. പണ്ട് സ്കൂള് വിട്ട് വൈകിട്ട് വരുന്ന വഴിക്ക് ചിന്നൂസ് ബേക്കറിയിൽ നിന്നൊരു വെട്ടുണ്ട്. ഒരു മുട്ട പഫ്സും 2 മുന്തിരിക്കൊത്തും. എന്താ അതിൻ്റെ ഒരു ടേസ്റ്റ്! അതൊക്കെ ഒരു കാലം. സമയം കളാതെ ഓഫീസിൽ പോവാൻ നോക്കി ചെറുക്കാ. ഓഫീസ് കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ആത്മാർത്ഥത കാണിക്കട്ടെ. ഓ, ഞാനെങ്ങും ഇന്ന് പോകുന്നില്ല. ഇന്ന് ലീവ് എടുത്ത് വീട്ടിൽ ഇരുന്നാലോ എന്ന് ആലോചിക്കാം. ശരി, ലീവ് എടുത്ത് നീ മുന്തിരിപ്പാടോ സ്വപ്നം കൊണ്ടോണ്ടിരിക്കുക. ഞാൻ പോവുകയാണ്. എന്നെ നീ അങ്ങനെ അങ്ങ് പുച്ഛിക്കാം. രാജയോഗവുമായി രാജപ്പനങ്ങൾ ഇന്ന് രാവിലെ ലാൻഡ് ചെയ്യുന്നുണ്ട്. രാജപ്പനാ? അളിയ ആക്രാന്തം മൂത്ത് വട്ടായാ നിനക്ക്? അല്ലടേ, എൻ്റെ വകയിലെ ഒരു പരിചയക്കാരനാണ് ഈ രാജപ്പനങ്ങൾ. ഞാൻ കണ്ടിട്ടൊന്നും ഇല്ല പുള്ളിയെ. പക്ഷെ എനിക്ക് ഈ മുന്തിരിക്കൊത്തിൻ്റെ കൊതി മൂത്ത് മൂത്ത് ഞാൻ വീട്ടിൽ വിളിച്ച് കരഞ്ഞ് പറഞ്ഞ് അച്ഛനെ കൊണ്ട് അവസാനം ചിന്നൂസ് ബേക്കറിയിൽ നിന്ന് 4-5 പാക്കറ്റ് മുന്തിരിക്കൊത്ത് മേടിപ്പിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ഒരു അമ്മാവന് ഈ രാജപ്പനെ കുറിച്ച് പറയുന്നത്. പിന്നെ അച്ഛനെ കൊണ്ട് ഈ സാധനം അമ്മാവന് കൊറിയർ ചെയ്ത് അമ്മാവന് ഈ രാജപ്പൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുത്ത് അങ്ങനെ ഒരു 10-15 പേരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ സാധനം ഇന്ന് വൈകുന്നേരം എമിറേറ്റ്സ് വിമാനത്തിലെത്തുന്നത്. ഭയങ്കരം തന്നെ. വൈകിട്ട് വരുമ്പം എനിക്ക് വിടരണം തരണേ അളിയാ. ഇല്ല, മുന്തിരിക്കൊത്തൊന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ലോഡ് പുച്ഛം വാരി ഉതിർന്ന ആളല്ലേ നീ. നിനക്കെന്താ? തമാശ പറഞ്ഞല്ലേ അളിയാ, മണപ്പിക്കാനെങ്കിലും ഒന്നും താടേ. ആലോചിക്കാം. അളിയാ അപ്പോൾ ലേറ്റായി,
ഞാൻ പോവാ. ഇന്ന് മാനേജർ HR ഒരു മീറ്റിംഗ് ഉണ്ട്. 4-5 മാസമായി ഇവിടെ പട്ടിയെ പോലെ പണിയെടുക്കുകയല്ലേ. പ്രമോഷൻ ആവാനാണ് സാധ്യത. ആഹാ, എന്നാ ചെലവുണ്ട് കേട്ടോ. പിന്നെന്ത്. അപ്പോൾ വൈകിട്ട് നമുക്കൊന്ന് കൂടണം. സൂരജിന്റെ 3-4 ഫ്രണ്ട്സ് കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കാണാം. രാജപ്പൻ മാമോ, രാജപ്പൻ മാമോയ്. തിരിച്ചു വന്ന ഉടനെ രാജപ്പൻ മാമനും ഡോൾമാമ ഇനി പൊക്കറയ്ക്ക് വല്ലതും പോയോ? അമ്മാവൻ പറഞ്ഞത് വെച്ചിട്ട് ഇത് തന്നെയാണല്ലോ അഡ്രസ്സ്. നെറ്റിൽ നോക്കിയിട്ട് ഇവരുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തെന്നാ കാണിക്കുകയും ചെയ്യുന്നത്. ഇവരിതുവരെ വന്നില്ലേ? ഇനിയിപ്പോൾ ഇവിടെങ്ങാനും വായി നോക്കി ഇരിക്കേ നിവർത്തിയുള്ളൂ. ഇപ്പൊ വീണേനെ. ഈ രാജപ്പനങ്ങൾ ഇത് എവിടെ പോയി കിടക്കുക മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. രാജപ്പനങ്ങൾ വന്ന ഫൈനലി. ഇതാരാ? മോളല്ല, ഭാര്യയായിരിക്കും. അപ്പൊ രാജപ്പൻ അങ്കിൾ വേണ്ട, രാജപ്പൻ ചേട്ടൻ മതി. അതെ ചേച്ചി, ഒരു ഹലോ. എക്സ്ക്യൂസ് മീ, ഇത് ഈ രാജപ്പൻ ചേട്ടന്റെ വീടാണോ? രാജപ്പനോ? അല്ല. സോറി. പണി കിട്ടിയോ? ലീവ് എടുത്ത് 2-3 ലിറ്റർ പെട്രോളും കത്തിച്ച് ഇത്രയും ദൂരം വന്നിട്ട്. പക്ഷെ അമ്മാവൻ പറഞ്ഞ അഡ്രസ് ഇത് തന്നെയാണല്ലോ. എന്തു പറ്റിയോ എന്തോ. അതെ, ഈ രാജപ്പൻ ചേട്ടൻ ആരാ? അതെ, ഞാൻ പുള്ളിയെ കാണാൻ വന്നതാ, എൻ്റെ ഒരു അമ്മാവൻ പറഞ്ഞിട്ട്. ഓ, ഭാസ്കരൻ മാമ. അതെ, ഭാസ്കരമ്മാവൻ പറഞ്ഞിട്ട്. നീ നേരത്തെ ഇങ്ങ് പോന്നു അല്ലേ? ഇല്ല, കുറച്ചു നേരമായി. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല. പക്ഷേ ചേച്ചിയോട് ചോദിച്ചപ്പോ ഇത് ചേട്ടന്റെ വീടല്ലാന്ന് പറഞ്ഞു. അവൾ അങ്ങനെ പറഞ്ഞു? രാജപ്പൻ ചേട്ടന്റെ വീടാണെന്ന് ഞാൻ എടുത്തു ചോദിച്ചതാ, അല്ലാന്നാ ചേച്ചി. കൊള്ളാം, നീ അവളുടെ അടുത്ത് തല്ലി മേടിക്കാതിരുന്ന ഭാഗ്യം. അവൾക്ക് ഈ രാജപ്പൻ എന്നുള്ള പേര് കേൾക്കുന്ന കല്യാണം. അതുകൊണ്ട് കല്യാണത്തിന് ശേഷം ഞാൻ പേര് രാജെന്ന് മാറ്റി. പക്ഷെ ഭാസ്കരൻ മാമ ഇപ്പോഴും രാജപ്പോന്നെ വിളിക്കത്തുള്ളൂ. ചേച്ചി കുറച്ച് ദേഷ്യക്കാരിയാണല്ലേ? അവൾക്ക് ഈ കണ്ടവരുടെ സാധനങ്ങൾ ഇങ്ങനെ ചുമന്നുകൊണ്ട് വരുന്നത് പണ്ടേ ഇഷ്ടമല്ല. അതിന്റെ കൂടെ ഇന്ന് കസ്റ്റംസോടെ പൊക്കിയതോടെ ആ പുള്ളിക്കാരി ആകെ ചൊറിഞ്ഞിരിക്കുക. അല്ല, ഞാനത് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. നിങ്ങൾ എന്താ ലേറ്റ് ആയെന്ന്? എന്തു പറ്റി? ഒന്നും പറയണ്ട. 10-15 പേർക്ക് കൊടുക്കാനുള്ള സാധനങ്ങൾ ഈ പല പെട്ടിയിലായിട്ട് ഇരിപ്പുണ്ട്. അതിലേതോ ഒരു തിണ്ടിയുടെ സാധനം കാരണം കസ്റ്റംസുകാർ ഞങ്ങളെ പൊക്കി. പിന്നെ എല്ലാ പെട്ടിയും തുറപ്പിച്ച് അതിലെ സാധനങ്ങളെല്ലാം വലിച്ചു വാരി താഴെയിട്ട് പട്ടിയെ കൊണ്ട് മണപ്പിച്ച്, ഒന്നും പറയണ്ട, മനുഷ്യന്റെ സമയം കെടുത്തി കളഞ്ഞു. അയ്യോ, അത് കഷ്ടമായി പോയല്ലോ. ഞാൻ ഇതോടെ ഈ കൊറിയർ പണി അങ്ങ് നിർത്തുക. വല്ലോനും ഉണ്ട തിന്നാൻ കൊണ്ടുവന്ന അവസാനം ഇവിടുത്തെ ജയിലിൽ കിടന്ന് ഞാൻ ഉണ്ട തിന്നേണ്ട ഗതികേടാവും. അത് ശരി, ഇവിടെയൊന്നും ആയില്ലേ? സുഖം എവിടെ പോയി? അവൻ ഓഫീസിൽ എന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് മുങ്ങി. അയ്യോ, അപ്പൊ പിന്നെ ആരെ പെട്ടിയൊക്കെ എടുക്കുന്നേ? അതിനാരെങ്കിലും കണ്ടുപിടിക്കാം. പിന്നെ ഇതാ ഭാസ്കരൻ മാമ പറഞ്ഞ ആള്. പേര് മുകുന്ദൻ. ഹലോ. അപ്പോ രണ്ടുപേരും മേലോട്ട് വരൂ. വരുമ്പോ മുകുന്ദ പെട്ടി എടുക്കാൻ ഹെൽപ്പ് ചെയ്യില്ലേ? ഓ, ചെയ്യാലോ. ഓക്കെ. ബെസ്റ്റ് പണി. ഏണിയായും കോണിയായും എല്ലാം വരാവുന്ന വാരഫലത്തിൽ കണ്ടത് വെറുതെ അല്ല. ഇത് നമുക്ക് 2 പേർ കൂടെ എടുത്തു വെക്കാവുന്നേ ഉള്ളെന്ന് തോന്നുന്നു അല്ലേ? ചേട്ടൻ ആ സൈഡിൽ നിന്ന് പിടിക്കാവോ? ഞാൻ പിടിച്ചിട്ടുണ്ട്, പൊക്കിക്കോ.
ചേട്ടന് തന്നെ പറ്റി ഒരുമാതിരി ടി ജി രവിക്ക് കുത്തുകൊണ്ടുപോകാറുണ്ടല്ലോ. ശരിക്കും എന്നാ പറ്റി? മനുഷ്യൻ. ചേട്ടാ എന്തുവായി കാണിക്കുന്നേ? ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ഭാരമൊന്നും എടുക്കരുതെന്ന്. മുകുന്ദന്റെ കൊടുക്ക്, അവനെടുത്തോളും. അവനാണ് ചെറുപ്പമല്ലേ. ചെറുപ്പക്കാരാ എന്ന് വിളിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഭാരം ഞാൻ എടുക്കണമെന്ന് പറഞ്ഞത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. തണ്ടലിനൊരു ചെറിയ പ്രശ്നമുണ്ട്. അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിനും കൂടെ കൂടിയാണ് നാട്ടിൽ പോയത്. മുന്തിരിക്കൊത്തിന് വേണ്ടി ലോകത്തൊരു മനുഷ്യനെ ഇത്രയും ത്യാഗം സഹിച്ചിട്ടുണ്ടാവില്ല. നാട്ടിലായിരുന്നു ഇത്രയും പെട്ടി വെറുതെ ഒന്ന് നോക്കുന്നതിന് കൂലി മേടിക്കാൻ. നെവർ മൈൻഡ്, ഇത് മൊത്തം ഞാൻ ഒറ്റയ്ക്ക് എടുത്തോളാം. പുതിഞ്ഞ ഭാരം തന്നെ. ചേട്ടാ ഇവിടെ ലിഫ്റ്റ് വല്ലതും ഉണ്ടോ? അതൊന്നുമില്ല. ഇത് 3 നിലയല്ലേ ഉള്ളൂ. നീ പുല്ല് പോലെ കയറിക്കോളും. കണ്ടല്ലറിയാലോ, നീ നല്ല ജിമ്മാണ്. ആണല്ലേ? അപ്പൊ ശരി. ഒരു തലയുടെ അടുത്ത് നോക്കാൻ പറ്റാത്ത തണ്ടലും 25 കിലോ 6 പെട്ടിയായിട്ട് രാവിലെ കെട്ടിയെടുത്തു മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ഈ സ്റ്റെപ്പിനൊരു അന്തോ കുന്തോ ഒന്നുമില്ലേ? ജെറ്റ്ലാഗുമില്ലേ? എന്തൊരു കേരളം മൊത്തം മേടിച്ചോണ്ട് വന്നേക്കാണോ? ഓ, ഇത് ഇതുവരെ തീർന്നില്ലേ മുകുന്ദ? അങ്ങനെ അവസാനത്തെ തീർന്നു. പെട്ടിയൊക്കെ എത്തിയല്ലോ. ഒരു ചായ എടുക്കട്ടെ? ഓ ആയിക്കോട്ടെ. ചായ എങ്കിൽ ചായ ഉള്ളതാട്ടെ. എന്തൊരു ഉഷ്ണം, ഇവിടെ ഫാനൊന്നും ഇല്ല. അതെ, പാലില്ല. എനിക്ക് പോയിട്ട് കുറച്ച് ധൃതി ഉണ്ടായിരുന്നു. ആ പാക്കറ്റ് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. ഓ, അത് ഞാനൊന്ന് നോക്കട്ടെ. ഈ പെട്ടി നിറച്ച എല്ലാവരുടെ സാധനങ്ങളും ഉണ്ട്. ഒന്നിനും പേരും നേരാമണ്ണം എഴുതിയിട്ടില്ല. എന്തോ നിനക്ക് തന്നു വിട്ടിരിക്കുന്നേ? മുന്തിരിക്കൊത്ത്. ഇതൊരു സുഖിയൻ പോലത്തെ ഒരു പലഹാരമാണ്. ഇതാണോ എന്റെ സംഭവം? ഹായ് മുന്തിരിക്കൊത്ത്. ഇതാ മുന്തിരിക്കൊത്ത്. ഒറ്റ ഒരെണ്ണം വെച്ച് തന്നാണ്ടല്ലോ. ഈ പണ്ടാരം കാരണമാണ് കസ്റ്റംസുകാർ ഞങ്ങളെ പൊക്കിയത്. വാട്ട് ഇസ് ദിസ്, ഹൂ ഇസ് ദിസ് എന്ന് ചോദിച്ചൊരു 150 ക്വസ്റ്റ്യൻസും ഞാൻ ബോൾസ് എന്നൊക്കെ പറഞ്ഞു നോക്കി. ചീത്ത പറയുകയാണെന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നു. അവന്മാർക്ക് ഭ്രാന്തായി. സോറി, ഇത് ഇത്രയും വലിയ പ്രശ്നമാവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ അറിഞ്ഞല്ലോ. ഇത് ഇത്ര ഉള്ളായിരുന്നോ? 2-3 പാക്കറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ കസ്റ്റംസുകാരുടെ പട്ടി നക്കിയും മണത്തും ഒക്കെ കുറെ പോയി. ചേട്ടൻ ഒരെണ്ണം കഴിച്ചു നോക്കുന്നോ? നല്ല ഉഗ്ര സംഭവമാ. ഓ, എനിക്കങ്ങും വേണ്ട. അല്ല വേണ്ട, ഇത്രയും കഷ്ടപ്പെട്ട് ചുമന്നോട്ട് വന്നതല്ലേ, ഒന്ന് തന്നേര്. ഇത് കൊള്ളാമല്ലോടെ സംഭവം. മോനെ, ഇതൊന്ന് കഴിച്ചു നോക്കിയേ. ഈ മുട്ടയെന്ന് വിരിയാത്ത ചെക്കൻ ഒരു ഫുൾ ഉണ്ടാ കുറച്ച് ഓവറല്ലേ? മുകുന്ദൻ കഴിക്കുന്നില്ലേ? അല്ലേ, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു. എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. അപ്പൊ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇറങ്ങൂ. നമ്പർ എന്തെങ്കിലും ഉണ്ട്? അമ്മാവൻ നമ്പർ തന്നിട്ടുണ്ട്. എടി, ഇതേ മുകുന്ദൻ ഇറങ്ങുന്നു. എന്നാ പിന്നെ കാണാൻ പോകുന്ന ആരാ? നമ്മളാരാ? ഇത് മുകുന്ദനല്ലേ? എടാ, ഇതെന്റെ ഫ്രണ്ട്സാണ്. ഹേ ഗൈസ്, ദിസ് ഇസ് മുകുന്ദൻ. എന്താണ് നിന്റെ കയ്യിൽ? ഓ, ഇതോ? എടാ, ഇതൊരു നാടൻ സ്നാക്കാ. നാട്ടിൽ നിന്നൊരു ബന്ധു കൊണ്ടുവന്നതാ. ഞാൻ പുള്ളിയെ കണ്ടേച്ച് വരുന്ന വഴിയാ. കറക്റ്റ് ടൈമിലാണ് നീ വന്ന. എൻ്റെ ചിപ്സ് തീർന്നിരിക്കുകയായിരുന്നു. എവിടെ നോക്കട്ടെ? ചിപ്സ് ശരിക്കും തീർന്നതാണോ? കുഴപ്പമില്ല, ചുമ്മാ ചാവതിരിക്കാം. എന്നാടാ, ഒരു മയത്തിലൊക്കെ എടുക്കണേ. എടാ, നീ ആവശ്യത്തിന് കഴിച്ചതല്ലേ? ആക്ച്വലി ഇല്ല. എന്നാ ഇത് നിനക്കിരിക്കട്ടെ. ഒരെണ്ണം ബാക്കി. ബെസ്റ്റ്.
അവസാനത്തെ ഉണ്ട, ദ ലാസ്റ്റ് ലീഫ്. ഇനി ഇത് വേറെ വല്ല തിണ്ടി വന്ന് തിന്നുന്നതിന് മുമ്പ് തിന്നേക്കാം. വന്നല്ലോ വനമാല. കൺഗ്രാചുലേഷൻസ് മിസ്റ്റർ പെരേര. നിനക്കെന്ത് പറ്റി? പ്രൊമോഷന്റെ കാര്യം ശരിയായില്ലേ? എന്തു പറ്റി? ഒന്നും പറയണ്ട അളിയാ, പണി കിട്ടി. റിസഷൻ കാരണം ഇപ്പോൾ ഇന്ത്യയിലെ കൺസൾട്ടൻസിനെയൊക്കെ നാട്ടിലേക്ക് പറഞ്ഞിട്ടുകൊണ്ടിരിക്കുകയാണ്. അയ്യോ. അതാണ് സ്നേഹത്തോടെ HR മാനേജറും ഒക്കെ രാവിലെ വിളിച്ചു വരുത്തിയത്. 6 മണി വരെ പണിയെടുപ്പിച്ചിട്ടാണ് ഫയർ ചെയ്തത്. റെഡി ഫുൾ. ഇനിയിപ്പോൾ 1 മാസം പണി കിട്ടിയില്ലെങ്കിൽ ടാസ്കിയും പിടിച്ച് നാട്ടിലേക്ക് പെട്ടിയും പറക്കി പോവേണ്ടി വരും. നീ ടെൻഷൻ അടിക്കാതെ, എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു വരാതിരിക്കില്ല. ഇനി എന്ത് വഴി? വിശന്നിട്ട് വയ്യ. രാവിലെ തൊട്ടൊരു വസ്തു കഴിച്ചിട്ടില്ല. കൊള്ളാം, നല്ല മയമൊക്കെ ഉണ്ട്. കാലേ വീഴാതെ നോക്കണം. എന്തോന്നാടേ അത്? ഓ, നമ്മള് രാവിലെ പറഞ്ഞോണ്ടിരുന്ന സാധനം, മുന്തിരിക്കൊത്ത്. കിട്ടിയല്ലേ? നിന്റെ കാര്യങ്ങൾ നടന്നല്ലോ. എട് നോക്കട്ടെ. പിന്നെ നിനക്കെന്താ ഒരു മടി പോലെ? ഇതിപ്പോ ഈ സിറ്റുവേഷനിൽ ഇവനോട് നോ പറയാനും പറ്റുന്നില്ല. ശരി, നീ തന്നെ എടുത്തോ. അയ്യേ, എന്ത് വൃത്തിയുടെ സാധനോടെ ഇത്. എന്തുവാടേ കാണിച്ചേ? ഇനി എത്ര കഷ്ടപ്പെട്ട് ഒപ്പിച്ച സാധനമാണെന്നറിയോ? നീ എന്തിനാ ചൂടാവുന്നേ? ഇതിനു വേണ്ടിട്ടാണ് നീ ഇത്രയും കഷ്ടപ്പെട്ടെ? നിനക്കറിയത്തില്ല, ഇന്നത്തെ ദിവസം ഞാനൊരു വസ്തു കഴിച്ചിട്ടില്ല. എന്നിട്ട് 3 വലിയ പെട്ടി ഒരു 3 നില വീട്ടിലോട്ട് ചുമന്ന് ഒരു കൊച്ചിന്റെ ഇടിയും വയറ്റത്ത് മേടിച്ച് നാട്ടിലെ വെയിൽ മുഴുവൻ കൊണ്ട് എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ സംഭവം ഒപ്പിച്ചെന്നറിയോ? അതിന്റെ ലാസ്റ്റ് പീസാണ് ഞാൻ കഴിക്കാൻ വേണ്ടി വെച്ചിരുന്നത്. അതാ നീ ഇപ്പൊ എടുത്ത് കളഞ്ഞത്. സോറി കളിയാ. ഇതേതാ ഈ നമ്പർ? ഹലോ. ഹലോ മുകുന്ദ, ഇത് ഞാനാ രാജ്. രാജപ്പൻ ചേട്ടാ. എടാ, ഞാൻ ബാക്കി ലഗേജ് അൺപാക്ക് ചെയ്തപ്പോ ഒരു പാക്കറ്റ് മുന്തിരിക്കൊത്തും കൂടെ കിട്ടിയിട്ടുണ്ട്. ആണോ? ശരിക്കും? ഹോ, എന്റെ രാജപ്പൻ ചേട്ടാ, നിങ്ങൾ കറക്റ്റ് സമയത്താ കേട്ടോ വിളിച്ചേ. അല്ലെങ്കിൽ ഇവിടെ ഇന്നൊരുത്തനെ ഞാൻ കൊന്നേനെ. ഞാൻ ആ പാക്കറ്റ് കളക്ട് ഇപ്പൊ തന്നെ വരട്ടെ എന്നാ? വേണ്ട വേണ്ട വേണ്ട, ഇന്ന് വേണ്ട. നാളെ വൈകുന്നേരം വരുവാണെങ്കിൽ നമുക്കൊരു ഫർണിച്ചർ ഡെലിവറി വരാൻ. നീ അപ്പൊ വരുവാണെങ്കിൽ യു വിൽ ഗെറ്റ് എ ഗുഡ് എക്സർസൈസ് ടു. രാജയോഗവുമായി രാജപ്പൻ ഇന്ന് രാവിലെ ലാൻഡ് ചെയ്യുന്നുണ്ട്. ഇതിനാണ് എത്ര ബിൽഡപ്പ്? ഇത് ബോണ്ടേ അല്ലേ? റോസ്റ്റഡ് ഗ്രീൻ ഗ്രാം ആൻഡ് ജാഗറി ബോൺ. റോസ്റ്റഡ് ഗ്രീൻ ഗ്രാം ആൻഡ് ജാഗറി ബോൺ. മുന്തിരിക്കൊത്ത, മുന്തിരിക്കൊത്ത, മുന്തിരിക്കൊത്ത. മണപ്പിക്കാനെങ്കിലും ഒന്നും താടേ.